ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ എൻ്റെ സ്ട്രാറ്റജീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഞാൻ MT5 മെറ്റാ ട്രേഡർ 5 ഞാൻ ഞാൻ ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ വിശദീകരണമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അവരുടെ ട്രേഡിങ്ങിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നപ്പോൾ എല്ലാവരും ഒക്ട എഫിക്സിൻ്റെ ആപ്പിലൂടെ കയറിയിട്ട് അതിൽ ട്രേഡ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ക്രീനാണ് കൂടുതൽ എല്ലാവരും തന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. മെയിനായിട്ടും നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി മെറ്റാ ട്രേഡർ 4 അല്ലെങ്കിൽ 5 നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മെറ്റാ ട്രേഡർ 4 അല്ലെങ്കിൽ 5 ഡൗൺലോഡ് ചെയ്തിട്ട് അത് ത്രൂ നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം കുറച്ചും കൂടെ ഈസിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. മറ്റേത് നമ്മൾ അതിൽ കയറി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊടുത്തിട്ട് ട്രേഡ് കൊടുക്കുമ്പോഴാണ് ഈ സ്ക്രീനിലോട്ട് പോകുന്നത്. ഇത് ഡയറക്റ്റായിട്ട് ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് ട്രേഡർ 5ഉം 4ഉം. ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജിമെയിൽ എടുത്തിട്ട് അതിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ജിമെയിൽ എടുത്ത് നമ്മൾ ഒക്ട എഫക്സ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവിധമായിട്ടുള്ള ഒക്ട എഫക്സ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇതേപോലെ നമുക്ക് കിട്ടും. അതിൽ ഒക്ട എഫക്സ് റിയൽ 7 എന്ന് പറയുന്നതാണ് സെർവർ. ഇതും MT4 MT5 എന്നുണ്ടെങ്കിൽ വേറെ രീതിയിലാണ് വരുന്നത്. അതിൻ്റെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും അതിൽ തന്നെ കാണും. അതുപോലെ നമുക്ക് ഇപ്പോൾ ഒരു അക്കൗണ്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വേറെ 3-4 ഉണ്ടായതുകൊണ്ട് അങ്ങനെ വരും. അല്ലെങ്കിൽ നമുക്കുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നും പറഞ്ഞ് 1-2 കാണത്തുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് മാത്രമേ കാണുള്ളൂ. ഇത് പറയാൻ കാരണം ഒരുപാട് പേർക്ക് ഇത് അറിയില്ല. ഒക്ട എഫക്സിൻ്റെ അക്കൗണ്ട് ക്രിയേഷനും എല്ലാം കൂടെ വെച്ചൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പോപ്പപ്പായി നിങ്ങൾക്ക് യൂട്യൂബിൽ വരുന്നതായിരിക്കും വീഡിയോ. ഓക്കെ, ഇപ്പം നമ്മളിവിടെ MT5 ആണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. MT5 ഈ ചാർട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, ഞാൻ ഇട്ടിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതാണെന്നും അത് ഞാൻ എങ്ങനെ അനലൈസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഉദാഹരണം, ഇപ്പോൾ ഇന്ന് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ഏറ്റവും ലോ 1932 1963 ഇതിലിപ്പം നമുക്ക് ആദ്യം ക്യാൻഡിൽ സ്റ്റിക്സ്, എല്ലാത്തിലും ക്യാൻഡിൽ സ്റ്റിക്സ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്യാൻഡിൽ സ്റ്റിക്സ് മാത്രം ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊളിഞ്ഞു പോത്തതേ ഉള്ളൂ. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് RSI എന്ന് വെച്ചാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അത് ബിലോ 30 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് സെൽ മോഡ് കണ്ടിന്യൂസ് ആയിട്ട് വളരെ സെൽ മോഡിലാണെന്ന് അർത്ഥം. എബോവ് 70 ആണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓവർ ബോട്ടാണ്, എന്ന് വെച്ചാൽ മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പിൽ നിൽക്കുകയാണ്. ഈ 70 എബോവ് 80 90 ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സെൽ പൊസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 60 ഏരിയ ആണ്, ഇതിപ്പോൾ ഒരു 70 80 ഒക്കെ ആണെങ്കിൽ നിയർലി ഈ ഒരു ഏരിയയിൽ വരും. അവിടെ നമുക്ക് സെല്ലാ കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഇത് പറയുന്നത്. ഇനി ബുൾസും ബിയേഴ്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബുൾസും ബിയേഴ്സും എന്ന് പറയുന്നത് നമ്മൾ ബുള്ളിഷായിട്ടുള്ള അതിൻ്റെ ആ ഒരു വോളിയവും, ബിയേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു വോളിയം. അപ്പം ബിയേഴ്സിന് വോളിയം കുറവാണ്, ബുള്ളിഷും RSIയും ഒരു പാറ്റേണിലാണ്. അപ്പോൾ അതിൻ്റെ ആ പാറ്റേൺ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒരു ഇത് കിട്ടുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് ഫ്ലാറ്റായിട്ട് നിൽക്കുവാണ് ഇപ്പോൾ മാർക്കറ്റ്. അത് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്, ഡൗൺ വരും. ഇത് H1 കൂടെ ആയതുകൊണ്ട് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. ടൈം ഫ്രെയിം H1 ആണ്. മെയിനായിട്ട് ഏത് ചാർട്ടിലാണെങ്കിലും നമ്മൾ ടൈം ഫ്രെയിം നോക്കുക. നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ എപ്പോഴും H1 ആണ് നല്ലത്. കാരണം ലോങ് ആയിട്ടുള്ള നമുക്കൊരു ഐഡിയാസ് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ M15 അല്ലെങ്കിൽ വേറൊരു ടൈം ഫ്രെയിം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇത് ഇപ്പം M15 കിട്ടുന്ന ആ ഒരു ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. ഇപ്പം M15 കണ്ടോ, ഇപ്പോൾ RSI ബുൾസിൽ 56 ആ ഒരു ക്രൈറ്റീരിയ ആണ്. ഇപ്പോൾ വന്ന് ഫ്ലാറ്റായിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ്. വളരെ ലോ വോളിയമാണ്, എന്നാലും ബിയേഴ്സിനാണ്
നിലവിൽ സ്ട്രാറ്റജി കൂടുതൽ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ബുള്ളിഷ് തന്നെ കണ്ടോ, ബുള്ളിഷ് തന്നെ ഇന്ന് മൊത്തത്തിൽ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് അനലൈസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുക ഒന്നും ചെയ്യാതെ സിമ്പിളായിട്ട് നമുക്കിത്. അതുപോലെ മാഗ്ഡിയുടെയും മെയിനായിട്ട് ആ ചാർട്ട് അടിസ്ഥാനത്തിൽ അത് വന്നിട്ട് മൂവ്മെൻ്റായി ഇതായി. ഇപ്പം നമ്മൾ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ടോപ്പിൽ നിൽക്കുകയാണ്, ബുള്ളിഷ് ഏരിയയിൽ നിൽക്കുകയാണ്. അതിന് ഡൗൺ ആകും എന്ന് ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു വേരിയേഷൻ ഇതുപോലെ വരും. ആ സമയത്ത് നമ്മൾ സെല്ല് ഇതാക്കുക. ഇത് ടൈം ഫ്രെയിം അനുസരിച്ചിരിക്കും ഇതിൻ്റെ മെയിനായിട്ടും. ഇതിൻ്റെ ഒരു H4 നോക്കുവാണെങ്കിലും കണ്ട ആ ഒരു ഇത് ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു ബുള്ളിഷ് പാറ്റേണിലോട്ട് പോകാനാണ് കൂടുതൽ ചാൻസ്. മാഗ്ഡിയിലും അതുപോലെ തന്നെ നിൽക്കുന്നത്. ബി എസിൽ ചെറിയ രീതിയിലൊരു ബുള്ളിഷ് ഇപ്പം വന്നിട്ടുണ്ട് ബി എസിൽ. അല്ലാതെ ബുള്ളിഷ് ഇതിൽ RSIയും ബുള്ളിഷും നല്ല രീതിയിൽ ഇത് സിമ്പിൾ സ്ട്രാറ്റജി ഇതാണ്. ഇതിലിപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ചാർട്ടിൽ മൂവിങ് ആവറേജ് ഉണ്ട്. മൂവിങ് ആവറേജ് ആണ് ആ കാണിക്കുന്ന ഒറ്റ ലൈൻ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് വിൻഡോയിൽ ബുൾസ് പവറും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അതാണ് RSI. അതിൻ്റെ മിനിമം ഇതാണ്. ബിലോ 30 വരുമ്പോൾ നമുക്ക് നല്ലൊരു ബൈസ് പൊസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. എബോ 70 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സെൽ പൊസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എബോ 70 എന്ന് പറയുമ്പോൾ ഓവർ ബോട്ടാണ്, മാർക്കറ്റ് കൂടുതലായിട്ട് ബൈ മോഡിൽ നിൽക്കുകയാണ്. ബിലോ 30 എന്ന് പറയുന്നത് ഓവറായിട്ട് സെൽ മോഡിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഇൻഡിക്കേറ്റർ 2 വിൻഡോയിൽ ഞാൻ BS പവറാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതലായിട്ട് ബെയറിഷ് ആവുകയാണെങ്കിൽ ഇപ്പോൾ ബുള്ളിഷ് ആകുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ അവിടെ വരും. ഇൻഡിക്കേറ്റേഴ്സ് വിൻഡോയിൽ ഞാൻ മാഗ്ഡിയാണ് കൊടുത്തിരിക്കുന്നത്. മാഗ്ഡിയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് മാഗ്ഡിയും നമ്മുടെ ക്യാൻഡിൽ 6 ബാർസും മാത്രം മതി, വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് വന്നിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ലോങ് ആയിട്ടൊരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. BS വേണമെങ്കിൽ എടുത്ത് ലോങ് ആയിട്ട് നമുക്ക് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, കംപ്ലീറ്റ് ആയിട്ടൊരു ഇതും കൂടുതൽ ഇതാവും, കൂടിപ്പോയി ഒരു 1970 ഈ ഒരു റേഞ്ചിൽ വരും എന്നുള്ളതാണ്. കാരണം ഓൾറെഡി മൂവിങ് ആവറേജും RSIയും മാഗ്ഡിയും എല്ലാം ഒന്ന് അപ്പ് കണ്ടീഷനാണ് കാണിക്കുന്നത്. എന്തായിരുന്നാലും അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ട് സിഗ്നൽസ് കിട്ടാനും അനാലിസിസ് കിട്ടാനും എല്ലാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകുന്നതാണ്. അടുത്ത ഒരു സ്ട്രാറ്റജി ആയിട്ട് കൂടുതലായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ബൈ.